നഗരത്തിൽ കുറ്റകൃത്യങ്ങൾ നടന്നപ്പോഴെല്ലാം, കുറ്റവാളികളുടെ കയ്യാങ്കളികളെല്ലാം, കുറ്റകൃത്യങ്ങളുടെ കണക്കുകളെല്ലാം, അപ്പോഴെല്ലാം ഇതിനെ വെല്ലാൻ വേഷം മാറി വന്നു CID. പുതിയ കാലങ്ങളിലെ ചുരുളഴിക്കാത്ത കുറ്റങ്ങളെ മായ്ക്കാൻ പുതിയ രീതികളിൽ CID സ്ക്വാഡ് എപ്പോഴും ഒരുപടി മുകളിൽ. സോണിയേയിൽ എന്റെ ശ്വാസം പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ വെള്ളത്തിൽ മുഴുകിക്കൊണ്ടിരിക്കുക. ഞാൻ വെള്ളത്തിൽ ഇപ്പോൾ മുഴുകി പോകും. അണി പൈപ്പ് മാറ്റി പിടിക്കേ. എനിക്ക് പേടിയാകുന്നു. എന്നെ രക്ഷിക്കൂ, രക്ഷിക്കണേ. ഞാൻ മുഴുകിക്കൊണ്ടിരിക്കുകയാണ്. എന്നെ രക്ഷിക്കൂ. എന്തു പറ്റി? എന്തിനാണ് ഇങ്ങനെ പേടിക്കുന്നത്? എഴുന്നേക്ക്, വെള്ളം കുടിക്ക്. മാറ്റിക്കോ, വെള്ളം വേണ്ട. ഞാൻ അതിനകത്ത് വീഴും. എടാ, ഗ്ലാസിനകത്ത് എങ്ങനെയാടാ വീഴുക? ഞാൻ ഇപ്പോൾ ബക്കറ്റിൽ നിന്നും രക്ഷപ്പെട്ടതേ ഉള്ളൂ. വെള്ളം എന്നിൽ നിന്നും മാറ്റി പിടിക്കുക. ശരിയെന്നാ, നീ അകത്തേക്ക് ചെല്ല്. വേണ്ട, ഞാൻ ഇവിടെ തന്നെ നിന്നോളാം. എനിക്കെന്തോ ഇപ്പൊ മഴ വരും പോലെ തോന്നുന്നു. സംശയമുണ്ടോ? വാ, വേഗം വാ, അകത്തേക്ക് പോകാം. വരൂ കുട്ടികളെ, സോപ്പ് കുടിക്കൂ. സർദാർ, അകത്ത് പോയി കുടിക്കാൻ വെള്ളം എടുത്തോണ്ട് വാ. വെള്ളമോ? വേണ്ട, ഞാൻ പോയി വെള്ളം എടുത്തോണ്ട് വരില്ല. ഞാൻ കൊണ്ടുവരാം മാഡം, ഞാൻ കൊണ്ടുവരാം. തുണി നനയ്ക്കാൻ വേണം നല്ല സോപ്പ്. ഇത് നല്ല ക്ലിയർ സൂപ്പ്. അടികൈ അങ്ങ് കഴിക്കുന്നു എങ്കിൽ കഴിക്കൂ. ഞാനിപ്പോൾ വെള്ളത്തിൽ മുഴുകി പോകും. ഇവൻ എന്താ സംഭവിച്ചത്? ഇവൻ സ്വപ്നം കണ്ടെന്തോ പേടിച്ചു. അപ്പം മുതൽ വെള്ളം കണ്ടാൽ പേടിയാ. വെള്ളം കുടിക്കാൻ പോലും പേടിയാണ്. ചൂട് കാരണം ഇപ്പോൾ ഒരിടത്തും മഴ പെയ്യുന്നില്ല. വെള്ളം കുടിക്കാതെ ജീവിക്കാനും കഴിയില്ല. എന്നാൽ സർദാർ നല്ലൊരു സിമ്മറും കൂടിയാണ്. അതെ, എന്നാൽ ഇപ്പൊ ഗ്ലാസ്സിലെ വെള്ളം കണ്ടാൽ പോലും അവന് പേടിയാണ്. അവന് വെള്ളം കണ്ടാൽ പേടിയായിരിക്കാണ്. എങ്കിലും അവനെ കടലിന്റെ നടുക്ക് കൊണ്ടുപോയാൽ മതി. 4 വശത്തും വെള്ളം കാണുമ്പോ അവന്റെ പേടി മാറിക്കോളും. വേണ്ട, ക്ലബിലേക്ക് പോകാം. അവിടെ സ്വിമ്മിംഗ് ചെയ്യാൻ അവന് ഭയങ്കര ഇഷ്ടമാണ്. ഒരിക്കൽ വെള്ളത്തിൽ ഇറങ്ങിയാൽ അവന്റെ പേടി മുഴുവൻ മാറിക്കോളും. നല്ല ഐഡിയ മാഡം. എന്നാ വാ. വേണ്ട, ഇപ്പോൾ വേണ്ട. ചിലപ്പോ സർദാറിന് സംശയം വരാം. നമുക്ക് അവനെ വൈകിട്ട് ക്ലബിലേക്ക് കൊണ്ടുപോകാം. ഓക്കേ. വേഗം വാ സർദാർ, നമുക്ക് സ്വിമ്മിംഗ് ചെയ്യാം. വേണ്ട, ഇതിൽ വെള്ളമുണ്ട്. എങ്കിൽ വെള്ളം മുഴുവൻ കാലിയാക്കാം, എന്നിട്ട് സ്വിമ്മിങ് ചെയ്യാമോ? എടാ കഴുതേ, എടാ വെള്ളം ഇല്ലെങ്കിൽ പിന്നെ എങ്ങനെയാടാ സ്വിമ്മിംഗ് ചെയ്യാൻ കഴിയുക? ഇങ്ങനെ ഞാൻ എന്തുകൊണ്ടാ മുന്നോട്ട് പോവാത്തത് കൊച്ചളിയ? അതെന്തെന്നാൽ നീ കഴുതയാ, അതുകൊണ്ടാ. വാ. നിങ്ങൾ സ്വിമ്മിംഗ് ചെയ്യേ. നിങ്ങളെ കാണുമ്പോൾ അവനൊരു പ്രചോദനമാവും. സംശയമുണ്ടോ? അതെ, വാ കൊച്ചളിയ, നമുക്ക് ഉടൻ തന്നെ സ്വിമ്മിംഗ് ചെയ്യാം.
കൊള്ളാം. അങ്ങ് സ്വിമ്മിങ് ചെയ്തപ്പോൾ നല്ല രസം തോന്നുന്നു. ആ സ്വിമ്മിംഗ് പൂൾ ആഴമായതുകൊണ്ട് നല്ല രസമുണ്ട്. കഴുതേ, എന്തിനാടാ ആഴത്തിന്റെ കാര്യം പറയുന്നേ? കൊച്ചളിയ, ഞാനൊരു ഫ്ലോയിൽ പറഞ്ഞു പോയതാ. അവൻ കേട്ട് കാണുന്നു തോന്നുന്നില്ല. ഞാൻ വെള്ളത്തിൽ മുഴുകാൻ പോവുകയാണ്. രക്ഷിക്കണേ, രക്ഷിക്കേ, എന്നെ രക്ഷിക്കേ. കർത്ത, എല്ലാവരുടെയും സുഹൃത്താ. ഇവൻ എന്താ പറ്റിയത്? ഇവന് സ്വിമ്മിങ് നന്നായിട്ട് അറിയാമല്ലോ. സോദാർ! ഇവനെന്താ സംഭവിച്ചത്? വെള്ളം കണ്ടാൽ പേടിയാണ്. സംശയമുണ്ടോ? ഇനി ഇവന്റെ പേടി മാറ്റാനായിട്ട് ഒരു മാർഗമേ ഉള്ളൂ. ഹണി വെള്ളത്തിൽ താഴ്ന്നു കഴിഞ്ഞാൽ സോർദാർ തീർച്ചയായിട്ടും അവനെ രക്ഷപ്പെടുത്താൻ നോക്കും. ഞാൻ എന്തിനാ വെള്ളത്തിൽ വീഴുന്നത്? എനിക്ക് സ്വിമ്മിംഗ് അറിയാലോ. എടാ കഴുതേ, വെള്ളത്തിൽ താഴും പോലെ അഭിനയിക്കണം. നീ ആടാ കഴുത. വെള്ളത്തിൽ താഴുമ്പോ എങ്ങനെയാണ് അഭിനയിക്കാൻ കഴിയാ? വെള്ളത്തിലേക്ക് താഴുമ്പോ പണി അവിടെ തീരില്ലേ? ഞാൻ പറഞ്ഞു തരാം. നന്ദു, നാളെ രാവിലെ നീ ഇവിടെ ഒരു ഗുണ്ടയെ പോലെ വരണം. ഒരു ദിവസം കൊണ്ട് എങ്ങനെയാ ഗുണ്ടയാവാൻ കഴിയാ? അതിനൊക്കെ ഒരുപാട് ട്രെയിനിങ്ങിന്റെ ആവശ്യമില്ലേ? എടാ, യഥാർത്ഥ ഗുണ്ടയാവാനല്ല പറഞ്ഞത്, ഗുണ്ടയുടെ ഗെറ്റപ്പിൽ വരാനാണ് പറഞ്ഞത്. സംശയമുണ്ടോ? അതെ, പിന്നെ കർത്ത സുഹൃത്താന്നൊന്നും പറയരുത്, എങ്കിൽ എല്ലാം കുളമാകും. ശരി, നിന്റെ പ്ലാൻ എന്താണ്? നന്ദു ഗുണ്ടായി മാറും. ഞാൻ അവനുമായിട്ട് വഴക്ക് കൂടും. ഇവൻ എന്നെ അടിച്ച് ബോധം കെടുത്തും. ഹണി ഇത് ചോദിക്കാനായിട്ട് വരും. നന്ദു അവിടുന്ന് മാറും. ഹണി നേരെ വെള്ളത്തിലേക്ക് വീഴും. സോർദാർ നമ്മളെ ഒരുപാട് സ്നേഹിക്കുന്നു. അവൻ ഹണിയെ രക്ഷിക്കാനായിട്ട് തീർച്ചയായിട്ടും വെള്ളത്തിലേക്ക് ചാടും. വേണ്ട വേണ്ട, ചിലപ്പോ സോർദാർ വെള്ളത്തിലേക്ക് ചാടിയില്ലെങ്കിൽ വെള്ളത്തിൽ മുങ്ങി എന്റെ പണി തീരില്ലേ? നിനക്ക് സ്വിമ്മിംഗ് ചെയ്യാൻ അറിയാമല്ലോ. സോർദാർ നിന്നെ രക്ഷിച്ചില്ലെങ്കിൽ നീ വെള്ളത്തിൽ നിന്ന് നീന്തി പുറത്തേക്ക് വാ. കർത്ത, യു ആർ സോ ഇന്റലിജന്റ്. കർത്ത, എല്ലാവരുടെയും സുഹൃത്താ. ഞാൻ വട്ടനാ, എന്നാൽ നിന്നെ പോലെ മണ്ടനല്ല. കർത്ത, കൃത്യസമയത്ത് ഞാൻ പറഞ്ഞ സ്ഥലത്ത് എത്തണം. മനസ്സിലായല്ലോ? നമ്മളെന്തിനാ നടന്നു പോകുന്നത്? പോപ്പട്ടിന്റെ മുത്തച്ഛന്റെ ഗ്രാമത്തിലേക്ക് നമുക്ക് സ്കൂട്ടറിൽ പോകാമായിരുന്നല്ലോ. ഒരു ചെറിയ ട്രക്കിംഗ് പോവാന്ന് വിചാരിച്ചതാ. കഴിക്കാനുള്ള സ്നാക്സും കൊണ്ടുവന്നിട്ടുണ്ട്. ഏതെങ്കിലും മരത്തണലിരുന്ന് നമുക്ക് ആഹാരം കഴിക്കാം. ആരോടാ കാട്ടിൽ തനിച്ചു വന്നത്? നീ ആരാ? കൊച്ചളിയ, ആളെ പിടികിട്ടിയില്ലേ? ഇവൻ കൊള്ളക്കാരൻ ചൂരപ്പനാണ്. സംശയമുണ്ടോ? അതെ അതെ, എന്തായാലും എനിക്ക് വെച്ചത് അടിപൊളി പേരാണ്. വെച്ചതെന്നോ? അതെ അതെ, പേര് ചൂരപ്പനാണെങ്കിൽ വെക്കുന്നതിന് മുമ്പ് ആരെങ്കിലും അത് ഡിസൈഡ് ചെയ്ത് കാണുമല്ലോ. സംശയമുണ്ടോ? ആ സ്നാക്സ് മുഴുവൻ എനിക്ക് താ. ഇവൻ എവിടുത്തെ കൊള്ളക്കാരനാണ്? ചിപ്സ് മോഷ്ടിക്കാനായി വന്നിരിക്കാണല്ലോ. ഇതിനകത്ത് വിലപിടിപ്പുള്ള സാധനങ്ങളുണ്ട്. ഞാൻ നിനക്ക് തീർച്ചയായിട്ടും ഇത് തരുകയില്ല. നമുക്ക് നോക്കാം. സബാഷ്, ബണ്ണി തീർച്ചയായും അവനെ വെറുതെ വിടില്ല. സംശയമുണ്ടോ? അവനോടൊന്ന് മിണ്ടാതിരിക്കാൻ പറ. ഇങ്ങനെ പോവുകയാണെങ്കിൽ കുറെ അധികം സമയം എനിക്ക് പിടിച്ചു നിൽക്കാനാവില്ല. ഫൈറ്റിൽ ശ്രദ്ധിക്കേ, ഫൈറ്റിൽ. എടാ വട്ട, എന്തിനാ എത്ര ബലമായി ഇടിച്ചത്? ഞാൻ ബലമായി ഇടിച്ചില്ലെങ്കിൽ നീ എങ്ങനെ ബോധം കെട്ട് വീഴും? നീ പതുക്കെ അടിച്ചാ മതി. ഞാൻ ബോധം കെട്ട് വീഴും പോലെ ആക്ടിങ് ചെയ്തോളാം. എടാ നോക്ക് നോക്ക്, ബണ്ണി ബോധം കെട്ട് വീണു. സംശയമുണ്ടോ? നമ്മുടെ ബണ്ണി ബോധം കെട്ട് വീണു. ഞാൻ ആരാണെന്ന് ഇപ്പൊ നിനക്ക് കാണിച്ചു തരാം. നിൽക്ക്, വെള്ളത്തിൽ വീഴേണ്ടത് ഞാനാണ്. അതാണ് സീന്. നിൽക്ക്. നീ എന്താ പറഞ്ഞു വരുന്നത്? അത് പിന്നെ ഹണി സഹോദരന് വേണ്ടി സ്വയം ത്യജിക്കാൻ തയ്യാറായിട്ടിരിക്കുകയാണ്. സംശയമുണ്ടോ?
രക്ഷിക്കൂ ആ, രക്ഷിക്കൂ നോക്ക് 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 നമ്മളുടെ ഹണി വെള്ളത്തിൽ താഴ്ന്നുകൊണ്ടിരിക്കുകയാണ്. സംശയമുണ്ടോ? പക്ഷെ ഇവന് നീന്താനായിട്ട് അറിയാലോ, പിന്നെന്തിനാ താഴുന്നത്? അത് പിന്നെ ഇത്രയും മുകളിൽ നിന്ന് വീഴുന്നത് കൊണ്ട് പേടി കാരണം ബോധം കെട്ടുപോയി. സോർദാറെ രക്ഷിക്കൂ രക്ഷിക്ക്. രക്ഷിക്കൂ നീയൊക്കെ ഒരു കൂട്ടുകാരനാണോ സോർദാർ? ശരിയെന്നാ ഞാൻ തന്നെ ഹണിയെ രക്ഷിക്കാം. സംശയമുണ്ടോ? എന്നെ കൊണ്ട് രക്ഷിക്കാൻ കഴിയുമെന്ന് തോന്നുന്നില്ല. ഇവന് ഭാരം കൂടുതലാണ്. സംശയമുണ്ടോ? ആ, 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 ഓ, ആ, ഓ, രക്ഷിക്കണേ. രക്ഷിക്കണേ. വേഗം വാ, വേഗം വാ. ആ. ഹണി, ഹണി എന്റെ സുഹൃത്തെ, ഹണി കണ്ണു തുറക്ക, ഹണി, ഹണി. ആ, ആ. എനിക്കൊരു കുഴപ്പമില്ല. നിന്റെ കുഴപ്പമില്ല അപ്പൊ മാറിയല്ലോ. ആ കണ്ടോ, വെള്ളത്തിലുള്ള നിന്റെ പേടി മാറിക്കഴിഞ്ഞു. അപ്പോൾ നിങ്ങളെല്ലാം ഒന്നിച്ച് നാടകം കളിക്കായിരുന്നു അല്ലേ? എന്നാൽ ഈ നാടകത്തിൽ ഒരു കാര്യം മനസ്സിലായി. നിന്നെ പോലെ ഒരു കൂട്ടുകാരൻ കൂടെ ഉണ്ടെങ്കിൽ ഞങ്ങൾക്കൊന്നും സംഭവിക്കില്ല. എന്തായാലും ഇത്ര ദൂരം വന്നതല്ലേ, നമുക്ക് അല്പസമയം കൂടെ ഇവിടെ കുളിച്ച് രസിക്കാം.